മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 33-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവർത്തികൾ വിശ്വസനീയമാണ്. സങ്കീർത്തകന്റെ ഈ വാക്കുകൾ എത്ര മനോഹരമാണ്. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവർത്തികൾ വിശ്വസനീയമാണ്. നമ്മുടെ കർത്താവ് വാക്കുമാറുന്നവനല്ല. 100% കർത്താവിൻ്റെ വാക്കുകൾ സത്യമാണ്, പൂർണ്ണമാണ്. നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ ഓരോ പ്രവൃത്തിയും എത്ര വ്യക്തമാണ്, എത്ര കൃത്യതയോടെയാണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വചനങ്ങളിൽ നമ്മൾ സംശയിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ അവിശ്വസിക്കരുത്. 100% അത് സത്യവും കൃത്യവുമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിൻ്റെതായ പ്രശ്നങ്ങൾ, മക്കളുടെ പഠനം, അവരുടെ ഭാവി ജീവിതം, സാമ്പത്തികമായ തകർച്ചകൾ, വിട്ടുമാറാത്ത രോഗപീഠകൾ എന്നു വേണ്ട പലവിധ പ്രതിസന്ധികൾ മൂലം നട്ടം തിരിയുന്ന ആയിരങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ, ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നവനാണ് ദൈവമായ കർത്താവ്. കർത്താവിൻ്റെ കരങ്ങൾ വളരെ ബലമുള്ളതാണ്. ആ കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. നുറുങ്ങിയ ഹൃദയത്തെ ഒരിക്കലും കർത്താവ് നിരസിക്കുകയില്ല. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വിളിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവിന്റെ പരിപാലനയിൽ, കർത്താവിന്റെ പരിപാലനയിൽ വിശ്വസിക്കുവാനുള്ള കൃപ നൽകണമേ, കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ദൈവവചന ശക്തിയാൽ, ദൈവവചന ശക്തിയാൽ പതിനായിരങ്ങളെ ഈ സമയം അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എല്ലാം മറന്ന് നമ്മൾ ഉണർവോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. യേശു സകലത്തിനും മതിയായവനാണ്. അവിടുന്ന് സർവാധിപനും സർവശക്തനുമായ ദൈവമാണ്. ഈ വലിയ ബോധ്യത്തോടെ എല്ലാം മറന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ, കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിച്ച് കരഘോഷത്തോടെ നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടങ്ങി ആരാധിക്കുന്നു. യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ഈ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് തൻ ക്രൂശു മതി. നമ്മൾ ഈശോയെ സ്വന്തമാക്കിയ
നമുക്കെല്ലാം സ്വന്തമായി. തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനായി, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം ആശ്രയത്താരിലാണ്? സർവശക്തനാവിൽ മാത്രമായിരിക്കണം. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. ഉയർത്തിയടിച്ച് യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഈശോയെ കൃപ ചെയ്യണമേ, കരുണ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഹല്ലേലൂയ. യേശു മതി, യേശു മതി, കുടുംബങ്ങളിൽ ദൈവശക്തി നിറയട്ടെ, എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. നിത്യജീവൻ മതി എനിക്ക്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം തുറന്ന് വിളിക്കുന്നു, ഈശോയെ, ജീവിക്കുന്ന ദൈവമേ, കൃപയുടെ കരങ്ങൾ നീട്ടിത്തരണമേ, അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടിത്തരണമേ. കർത്താവേ, അങ്ങയുടെ പരിപാലനയുടെ കരങ്ങൾ നീട്ടിത്തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളെ ദൈവശക്തി കൊണ്ട് നിറയ്ക്കണമേ. Fill Holy Spirit. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക ആധിപത്യങ്ങൾ അഴിയട്ടെ, സാത്താന്യ കെട്ടുകൾ പൊട്ടട്ടെ, ഞങ്ങളുടെ മുൻപിലുള്ള പ്രതിബന്ധത്തിന്റെ കോട്ടകൾ തകരട്ടെ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. പരിശുദ്ധാത്മാവേ വരണമേ. മഹത്വത്തിന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷ അവിടുന്ന് ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാക്കി ഉയർത്തണമേ. കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, സഭാ സമൂഹങ്ങളെ, ദേശാന്തരങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. കർത്താവേ, വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തണമേ. ലോകം മുഴുവനിലും സമാധാനമുണ്ടാക്കുക. ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും ദൈവകൃപ നിറഞ്ഞൊഴുകുവാൻ കർത്താവേ, അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ആത്മാവിനെ ലോക ജനതയിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തോട് എപ്പോഴും ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള ആത്മനിറവ് ഞങ്ങൾക്ക് നൽകണമേ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ തന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ കൃപയുള്ളതാക്കി മാറ്റണമേ. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങളെല്ലാവരും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ പുതുക്കപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവം, സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇന്ന് അനേകം വ്യക്തികൾ ജീവിതത്തിലുണ്ടായ തകർച്ചകളും ദുരന്തങ്ങളും പരാജയങ്ങളും മൂലം ഒരുപാട് നിരാശയിലാണ്. നിഷേധാത്മകമായ ചിന്തകൾ, ഞാൻ നന്നാകാൻ പോകുന്നില്ല, എൻ്റെ കുടുംബം ഗതി പിടിക്കാൻ പോകുന്നില്ല, എൻ്റെ മക്കൾ രക്ഷപ്പെടുകയില്ല, ഞങ്ങളുടെ ജീവിതം തീർന്നു, ജീവിതം ഇതുപോലെ ആയല്ലോ എന്നോർത്ത്
ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് വിധിയെ പഴി പറഞ്ഞ് ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തെ, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ ഭയപ്പാടുള്ള ചിന്തകൾ, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മേക്കാൾ എത്രയും അധികമായി ദൈവമായ കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ ഓരോ വികാര വിചാരവും കർത്താവ് അറിയുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മൾ വ്യത്യസ്തരാക്കി മാറ്റുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനം. അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള വചനമാണ്. രാത്രിയിൽ ദർശനത്തിൽ കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെടുകയാണ്. 2 കാര്യങ്ങളാണ് ദൈവം അബ്രാമിനോട് പറയുന്നത്. ഇത് അബ്രാമിന് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. കർത്താവ് അവനെ എൻകറേജ് ചെയ്യുകയാണ്. അബ്രാം, ഞാൻ നിനക്ക് പരിചയമാണ്, ഞാനാണ് നിന്റെ പ്രൊട്ടക്ഷൻ. രണ്ടാമത് കർത്താവ് പറഞ്ഞു, അബ്രാം, നിന്റെ പ്രതിഫലം വലുതായിരിക്കും, ഞാനാണ് നിന്റെ പ്രൊവിഷൻ. പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ. ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണിത്. നമ്മൾ ആരാണ് സുരക്ഷിതത്വം ആഗ്രഹിക്കാത്തവരെ? നമ്മുടെ മക്കൾ സുരക്ഷിതരാകണം, നമ്മുടെ കുടുംബം സുരക്ഷിതമാകണം, നമ്മുടെ തൊഴിൽ മേഖലകളിൽ സുരക്ഷിതത്വം വേണം. ഇന്ന് സുരക്ഷിതത്വത്തിന് വേണ്ടി ഗവൺമെൻറ്റുകൾ പോലും എത്ര നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുരക്ഷിതത്വം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീഡാണ്, ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, ഞാനാണ് നിൻ്റെ പ്രൊവിഷൻ. അത് ഭദ്രതയാണ്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. കാര്യങ്ങളെല്ലാം ഉചിതമായും ക്രമമായും ഭംഗിയായി പോകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ സഹോദരി സഹോദരങ്ങളെ? നമ്മളെല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് നമ്മുടെ കുടുംബകാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതെന്തുമാവട്ടെ, കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകണം. വലിയ പോഷായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും അന്നൊന്നു വേണ്ട ആഹാരം കിട്ടി വളരെ ഉചിതമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ 2 കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രത്യേകം കർത്താവ് അബ്രാമിനോട് പറഞ്ഞത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവമായ കർത്താവ് വെറുതെ ഒന്നും ചെയ്യുന്നില്ല. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ആ സമയമുണ്ടായിരുന്ന വികാര വിചാരങ്ങളെ കൃത്യമായി കർത്താവ് അറിയുകയാണ്. അവന് വേണ്ട ആലോചന കർത്താവ് നൽകുകയാണ്. നീ ഭയപ്പെടേണ്ട അബ്രഹാം, നിനക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്, ഞാൻ സുരക്ഷിതനല്ല. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ ഒരു അരിശിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല, ഞാനാണ് നിന്റെ പരിച. ഒരു പരിച പോലെ ഞാൻ നിന്നെ പൊതിഞ്ഞു നിൽക്കുകയാണ്. നീ ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഭയചകിതനാകണ്ട. രണ്ടാമത്, നിന്റെ ഏതാവശ്യവും നിറവേറ്റുവാൻ മതിയായവനാണ് ഞാൻ നിന്നെ കരുതുന്നവനാണ്, ഞാൻ നിന്നെ പരിപാലിക്കുന്നവനാണ്, ഞാനാണ് നിന്റെ പ്രതിഫലം. ഇതിലാദ്യം നമ്മൾ ഒന്നാമത്തേതിലോട്ട് വരികയാണ്. കർത്താവ് നമ്മുടെ പരിചയമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവാണ് നമ്മുടെ സംരക്ഷണം. 84-ാം സങ്കീർത്തനം 11-ാമത്തെ വചനം. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. നമ്മുടെ നിത്യപ്രകാശം മറ്റാരുമല്ല, ദൈവമായ കർത്താവാണ്. ഏത് കൂരിരുൾ താഴ്വരയിലും, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ, മരണ താഴ്വരയിൽ
എന്തു ചെയ്യണം ഏതു ചെയ്യണം എന്നറിയാതെ നമ്മൾ ഭാരപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം നമ്മളെ കൃത്യതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഒരു സൂര്യനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ നിത്യപ്രകാശമായ കർത്താവ് ഉദിച്ചു നിൽക്കുകയാണ്. പരിച പോലെ പൊതിഞ്ഞു നിൽക്കുകയാണ്. കർത്താവാണ് നമ്മളെ പൊതിഞ്ഞ്, നിങ്ങളന്ന് ഭാവന കണ്ടു നോക്കിയേ, കർത്താവ് നമ്മളെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. കർത്താവിനെ വെട്ടിമുറിച്ച് താഴെ ഇട്ടിട്ട് വേണം നമ്മുടെ ദേഹത്ത് ആർക്കാണെങ്കിലും തൊടാനായിട്ട്. സർവശക്തനും സർവാധിപനുമായ കർത്താവിനെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും സാധ്യമല്ല എന്ന് നമുക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. പിന്നെ നമ്മളെന്തിനാണ് അസ്വസ്ഥരാകുന്നത്? നമ്മളെന്തിനാണ് ഭയചകിതരാകുന്നത്? ഞാൻ സൂര്യനും പരിചയമാണ്. വെളിപാടിൻ്റെ പുസ്തകം 2:19 പറയുന്നുണ്ട്, പെർഗമുസിലെ സഭയെ നോക്കി കർത്താവ് പറയാണ്, നിന്റെ പ്രവർത്തികൾ, നിന്റെ വിശ്വാസം, നിന്റെ ദീർഘമായ ക്ഷമ, നീ അനുഭവിക്കുന്ന സഹനങ്ങൾ, നിന്റെ ചിന്തകൾ ഞാൻ അറിയുന്നു. നമ്മുടെ ചിന്തകളും നമ്മുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളെല്ലാം നമ്മേക്കാൾ എത്രയും അധികമായി അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇത് നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോശ പ്രവാചകൻ പുറപ്പാട് പുസ്തകം 15:2 ഇപ്രകാരം ആർത്തു പാടുകയാണ്. ചെങ്കടലിൻ്റെ മധ്യേ കർത്താവ് പാതയൊരുക്കി തന്നെ ജനത്തെ മുന്നോട്ട് നയിച്ച അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ മോശ ആർത്തുപാടി, കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാണ്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചേ. കർത്താവാണ് എൻ്റെ ശക്തി, എൻ്റെ ജീവിതത്തിൻ്റെ പവർ എൻ്റെ കർത്താവാണ്. ശക്തി മാത്രമല്ല, ഏത് സാഹചര്യത്തിലും അവൻ എന്നെ സംരക്ഷിക്കുന്നവനാണ്. 31-ാം സങ്കീർത്തനം 20-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവിടുന്ന് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനകളിൽ നിന്ന് മറച്ച് തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്നാ വചനങ്ങൾ ഏൽക്കാതിരിക്കാൻ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. ഇന്ന് അനേകർ വളരെ ഭയപ്പാടിലാണ് ജീവിക്കുന്നത്. കാര്യങ്ങൾ എന്തായിത്തീരും? ചില സംഭവങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ. ഞാൻ പിടിക്കപ്പെടുമോ? ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ? എൻ്റെ കുടുംബം തകരുമോ? എന്നുള്ള അനേകം നെഗറ്റീവ് ചിന്തകൾ മൂലം ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് എപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയിൽ, ഞാൻ സുരക്ഷിതനല്ല, ഞാൻ സുരക്ഷിതനല്ല, ഞാൻ സുരക്ഷിതനല്ല, ഞാൻ പിടിക്കപ്പെടും, ഞാൻ നശിച്ചു പോകും, ഞാൻ അപമാനിതനായിത്തീരും എന്നുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ അനേകരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വചനം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മൾ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വ്യാപരിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന നന്മകളെ മുടക്കുവാൻ, നിഷേധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ള സത്യം നമ്മളാരും മറന്നു പോകരുത്. 84-ാം സങ്കീർത്തനം 11-ൽ പറയുന്നുണ്ട്, പരമാർത്ഥതയോടെ ജീവിക്കുന്നവർക്ക് ഒരു നന്മയും ദൈവമായ കർത്താവ് നിഷേധിക്കുകയില്ല, മുടക്കുകയില്ല. പിന്നെ നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? മനുഷ്യരെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളെക്കുറിച്ചോ നമ്മൾ ഒന്നിനെക്കുറിച്ചും വരി ചെയ്യണ്ട. കർത്താവ് നമ്മുടെ നിത്യമായ സംരക്ഷകനാണ്. യെശയ്യാ പ്രവചനം 51:16 എന്താ പറയുന്നത്? എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊസിഷൻ എവിടെയാണ്? ഇങ്ങോട്ട് നോക്കിക്കുക നിങ്ങൾ. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളുടെ കീഴെ അവിടുന്ന് നമ്മെ നിർത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ. ആ കരങ്ങളുടെ കീഴെ നമ്മൾ താഴ്മയോടെ നിന്നാൽ മതി. തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിച്ചോളും. ഇത് തന്നെയാണ് യൂദാസിലയുടെ ലേഖനം 1:24 കാണുന്നത്. വീഴാതെ നിങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്ന കർത്താവായ യേശു ഏത് സാഹചര്യത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെ. എൻ്റെ സഹോദരി കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ അസ്വസ്ഥരാകരുത്. നിങ്ങളെ മക്കൾ കോളേജിൽ പോകുന്നു, ഇപ്പോൾ ഓൺലൈനിലൊക്കെയാണ് ക്ലാസ്സുകൾ, എങ്കിലും മക്കളുടെ ഭാവി എന്താകും? അവരുടെ പഠനം എന്താകും? അവർ ഏത് കോഴ്സിന് പോകും? കാര്യങ്ങളിങ്ങനെ പോയാൽ സംഗതി മൊത്തം അവതാളത്തിലാകുമല്ലോ. മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, ഭയപ്പാടുകൾ
നമ്മൾ അസ്വസ്ഥരാകേണ്ട. നമ്മുടെ മക്കളെ കൃത്യമായി പരിപാലിക്കാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവിന് കഴിയും. തൊഴിൽ മേഖലകൾ സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കുടുംബത്തിന് അവസ്ഥ എന്താകും? കടബാധ്യതകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ, എന്തായിത്തീരുമെന്നുള്ള 100 ആകുല ചിന്തകൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, മോശപ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ ശക്തിയും നമ്മുടെ സംരക്ഷകനുമാണ്. നമ്മൾ അവിടുന്ന് പൊതിഞ്ഞു നിൽക്കുകയാണ്. അനിശ്ചിതാവസ്ഥ ചിന്തകൾ, ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് നമുക്കാർക്കും തന്നെ വേണ്ട. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും ഞങ്ങളൊരു വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിലൂടെയാണ് പോകുന്നത്, അത്യാവശ്യം വേഗതയിലാണ് പോകുന്നത്. പെട്ടെന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്ന ആ വാഹനത്തിൻ്റെ 2 ടയറുകൾ, പുതുപുത്തൻ ടയറുകൾ, ആ 2 ടയറുകളും പൊട്ടുകയാണ്. വളരെ വലിയൊരു ഒച്ച കേട്ടു. കൺട്രോൾ പോയി, വണ്ടിയുടെ കൺട്രോൾ പോയി. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം അത് ഇടിക്കാതെ ഒച്ചയുണ്ടാക്കി, ബഹളമുണ്ടാക്കി, അതിങ്ങനെ റോഡിൻ്റെ സൈഡിലോട്ട് മാറി അങ്ങ് നിന്നു. ഞങ്ങൾ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി. അത്ഭുതപ്പെട്ടു പോയി. 2 പുതിയ ടയറുകളാണ്, പക്ഷെ അതാണ് പൊട്ടിപ്പോയിരിക്കുന്നത്. മാനുഷികമായി പറഞ്ഞാൽ ആ 2 ടയറുകൾ പൊട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അത് പൊട്ടിപ്പോവുകയാണ്. വേടൻ വെച്ചൊരു കെണിയാണ്. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, വേടൻ്റെ കെണിയിൽ നിന്നും നമ്മളെ തകർക്കുവാൻ, നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മൾ ഇല്ലാതാക്കുവാൻ ശത്രു വയ്ക്കുന്ന ഏത് കെണിയാകട്ടെ, ആ കെണിയെ പൊട്ടിച്ചു കളയുവാൻ ബലമുള്ള കരങ്ങളാണ് കർത്താവിൻ്റെ കരങ്ങൾ. സുഭാഷിതങ്ങൾ 3:26 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും, നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. ഹല്ലേലൂയ! എത്ര പവർഫുള്ളായ വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ നിത്യ സംരക്ഷകനാണ്. അബ്രഹാമിന് ഈ ഫീലിംഗ് ഉണ്ടായത്. ഉൽപ്പത്തി 14:12 പറയുന്നുണ്ട്, തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ രാജാക്കന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. സോദോമിൽ നിന്ന് അവൻ്റെ വസ്തുവകകളും അവർ കവർച്ച ചെയ്തു. തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ രക്ഷിക്കാൻ ഈ രാജാക്കന്മാരുമായിട്ട് അബ്രഹാം യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ അത്ഭുതകരമായ വിജയം അബ്രഹാമിന് ദൈവം കൊടുത്തു. അപ്പം ന്യായമായി അബ്രഹാമിൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നുണ്ട്, ഇവരെപ്പോഴാണ് ഇത് തിരിച്ച് ആക്രമിക്കുക? ഇത്രയും ശക്തരായ രാജാക്കന്മാരാണ്, 1-2 രാജാക്കന്മാരല്ല, ഏകദേശം 9ഓളം രാജാക്കന്മാരുണ്ട്. ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുടുംബം തകർന്നു പോകുമോ? എൻ്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുപോകുമോ? എൻ്റെ വസ്തുവകൾ അപഹരിക്കുമോ? എൻ്റെ ജീവനെ നശിപ്പിച്ച് കളയുമോ? എന്നുള്ള ഈ ഫീലിങ്സൊക്കെ അബ്രഹാമിൻ്റെ ഉള്ളിൽ വരികയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, അബ്രഹാം ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ പ്രൊട്ടക്ഷൻ, ഞാനാണ് നിൻ്റെ പരിച. എത്ര ആനന്ദം തരുന്ന വചനമാണിത്. രണ്ടാമത് ദൈവം പറഞ്ഞത്, ഞാനാണ് നിൻ്റെ പ്രതിഫലം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് തൻ്റെ വിശ്വസ്തതയാൽ നമ്മളെ പരിപാലിക്കുകയാണ്. കർത്താവാണ് നമ്മുടെ പ്രതിഫലമെങ്കിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. തക്ക സമയത്ത് കൃത്യമായി കർത്താവ് കാര്യങ്ങൾ ചെയ്യും. സങ്കീർത്തകനായ ദാവീദിന് ഈ ബോധ്യം ഉണ്ടായിരുന്നു. 16-ാം സങ്കീർത്തനം 5-ാമത്തെ വചനത്തിൽ ദാവീദ് എന്താ പറയുന്നത്? കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗധേയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓഹരി ദൈവമായ കർത്താവാണ്. ഇത് തന്നെയാണ് ദാവീദ് വീണ്ടും പാടിയത്. 23-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? പിന്നെ എന്തിനിങ്ങനെ വാടി തളർന്നിരിക്കണേ, ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? കാര്യങ്ങൾ എന്തായിത്തീരും, ഇത് എവിടെ കൊണ്ട് ചെന്ന് അവസാനിക്കും എന്ന് ചിന്തിച്ച് എന്തിനിങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നത്? കർത്താവാണോ ജീവിതത്തിൻ്റെ പ്രതിഫലം? കർത്താവാണോ കുടുംബത്തിൻ്റെ പ്രതിഫലം? കർത്താവാണോ നമ്മുടെ ജീവിതത്തിന് ഇടയൻ? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ട. കർത്താവ് വിശ്വസ്തയോടെ നയിക്കും. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞൊരു വാക്ക് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ഏറ്റുപറയുന്നൊരു വചനമാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലും കുടുംബത്തുള്ള ബന്ധത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിലൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഈ നാളുകളിലുണ്ട്.
ഇതൊക്കെ എങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മാനുഷികമായി പറഞ്ഞാൽ ചില ഭാരങ്ങളൊക്കെ വരാറുണ്ട്. എങ്കിലും ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പല പ്രാവശ്യം എന്നെ ബലപ്പെടുത്തിയ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5:24 നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. നമ്മളെ വിളിച്ച കർത്താവ് പൊട്ടനല്ല, ഒരു മരമണ്ടൂസല്ല, വിശ്വസ്തനായ ദൈവമാണ്, സർവശക്തനാണ്, ഓൾ സഫിഷ്യന്റ് ഗോഡാണ്. പക്ഷെ പൗലോസ് പറയാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ ഇസ്രായേൽ ജനത ജീവിതത്തിൽ കാണുന്നുണ്ട്. നിയമാവർത്തനം 8:4 കർത്താവ് ചോദിക്കുക, 40 വർഷക്കാലം ഞാൻ നിങ്ങളെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നയിച്ചില്ലേ? നിങ്ങളുടെ ഉടുപ്പുകൾ കീറിപ്പോയില്ലല്ലോ, നിങ്ങൾ അണിഞ്ഞിരുന്ന ചെരുപ്പുകൾ തേഞ്ഞ് തീർന്നില്ലല്ലോ. 40 വർഷക്കാലം ഈ വിധം നിങ്ങളെ പരിപാലിക്കുവാൻ, നിങ്ങളെ കരുതുവാൻ എനിക്ക് കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? ഇന്ന് ഈ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. അസ്വസ്ഥതകൾ മാറ്റി എന്തിനിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിതം നശിപ്പിച്ച് നരകതുല്യമാക്കുന്നത്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിന് കൊടുക്കുക. കർത്താവാണ് നമ്മുടെ പ്രതിഫലം. അവിടുന്ന് വിശ്വസ്തയോടെ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ഈ സത്യം മനസ്സിലാക്കി ഏത് സാഹചര്യമാവട്ടെ ആ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമ്മളെ വിശ്വസ്തയോടെ പരിപാലിക്കുവാൻ ശക്തനായ നമ്മുടെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വസ്തതയിൽ ആനന്ദിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാ